അടുത്തത് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ്. അതായത് ഇതിൽ ക്വസ്റ്റ്യൻ വരുന്നത് ഫൈൻഡ് ദ പ്രൊഡക്റ്റ്. ഫൈൻഡ് ദ പ്രൊഡക്റ്റ് എന്ന് വരാം ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ മൾട്ടിപ്ലൈ എന്ന് വരാം. മൾട്ടിപ്ലൈ ഫൈൻഡ് ദ പ്രൊഡക്റ്റ്, അല്ലെങ്കിൽ ഡയറക്റ്റ്ലി 1 + 2i ഇങ്ങനെ -1 -6i ഇങ്ങനെ ഡയറക്റ്റ്ലി 2 ബ്രാക്കറ്റ് അടുപ്പിച്ചിടാം, അല്ലെങ്കിൽ ഡോട്ട് ഇട്ടിട്ട് വരാം. 1 + 2i ഡോട്ട് -1 -6i. ഈ കേസിൽ നമ്മൾ ചെയ്യണത് ഇങ്ങനെയാണ്. ഫസ്റ്റ് 1 × -1, പിന്നെ 1 × -6, 2i × -1, 2i × -6. ഒന്ന് നോക്കാം. 1 × -1 പ്ലസ് 1 × -6i പ്ലസ് 2i × -1 പ്ലസ് 2i × -6i. അപ്പോൾ ഈ പ്ലസ് വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്യുക മാത്രമല്ല, നമ്പേഴ്സ് എടുക്കുമ്പോൾ തൊട്ട് മുമ്പുള്ള സൈനും കൂടെ ചേർത്തെടുക്കുക. അപ്പോൾ -1 എന്ന് ചേർത്തെടുക്കുക. 1 × -1 എന്നെടുക്കുക. ഇനി ഇതിന് ആൻസർ ചെയ്യാം. 1 × -1ൻ്റെ ആൻസർ -1 ആണ്. പ്ലസ് 1 × -6i. 1 × 6 6 ആണ്. മൈനസ് ഉണ്ട്, ഐ ഉണ്ട്. അപ്പോൾ -6i പ്ലസ് 2i × -1, 2i × 2 × -1 -2, അപ്പോൾ -2i. ഇനി വേണ്ടത് 2i × -6i പ്ലസ് 2 × 6 12. പിന്നെ ഒരു നെഗറ്റീവ് ഉണ്ട്, ഒരു നെഗറ്റീവാണുള്ളത്. അപ്പോൾ -12i × i, അത് നമുക്ക് i² എന്ന് വായിക്കാം. അപ്പോൾ -12i² പിന്നീടുള്ള സ്റ്റെപ്പുകളിൽ കാൽക്കുലേറ്റ് ചെയ്ത് വരണം. ഓക്കെ. -1 -6i -2i, അത് നമുക്ക് -6 - 2, അതായത് -8i എന്ന് എഴുതാം. പിന്നീടുള്ള സ്റ്റെപ്പിൽ -12i²ന് -12 × -1 എന്ന് എഴുതാം. ബിക്കോസ് i² എന്നാൽ -1 ആണ്. അത് മറന്നു പോകരുത്. i² = -1. അതുകൊണ്ടാണ് ഈ i² പകരം നമ്മൾ -1 എഴുതിയത്. ഓക്കെ. അപ്പോൾ വീണ്ടും -1 -8i പ്ലസ് -12 × -1, അതായത് 12 ആണ്. നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് പോസിറ്റീവ്. ഓക്കെ. ഇപ്പോൾ -1ഉം 12ഉം ആണ് ഇവിടെ റിയൽ പാർട്ടായിട്ടുള്ളത്. -1 + 12 എന്നാൽ 11 -8i. ഓക്കെ. ഇങ്ങനെയാണ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യേണ്ടത്. മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് കിടക്കുകയാണെങ്കിൽ ഫൈൻഡ് ദ പ്രൊഡക്റ്റ്. ഓക്കെ. -1 + 9i മൾട്ടിപ്ലൈഡ് ബൈ 3 - 6i. ഇതാണ് ക്വസ്റ്റ്യൻ. ഈ കേസിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത്? -1 × 3 -1 × -6i, 9i × 3 9i × -6i. എഴുതി നോക്കാം. -1 × 3 പ്ലസ് -1 × -6i. അപ്പോൾ പ്ലസ് ഇട്ടിട്ട് സെപ്പറേഷൻ കൊടുക്കണം, നെഗറ്റീവ് കൺസിഡർ ചെയ്യണം. പ്ലസ് 9i × 3 പ്ലസ് 9i × -6i. ഓക്കെ. -1 × 3 -3 പ്ലസ് -1 × -6i. 2 നെഗറ്റീവ് ഉണ്ട്. അപ്പോൾ 1 × 6 6, നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് പോസിറ്റീവ് 6i പ്ലസ് 9i × 3 9 × 3 27i പ്ലസ് 9i × 6 -6i. 9 × 6 54. മൈനസ് ഉണ്ട്, ഒരു നെഗറ്റീവാണുള്ളത്, അതുകൊണ്ട് നെഗറ്റീവ് ഇടണം. i × i² നമുക്കറിയാം i² = -1 ആണ്. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ i² വാല്യൂ കൊടുക്കണം. അപ്പോൾ -3 6i + 27i, അത് 33i ആണ്. 6 + 27. ഇനി -54 പ്ലസ്
-54 ഇൻറ്റു -1 ബിക്കോസ് ഐ സ്ക്വയറിൻ്റെ വാല്യൂ -1 ആണ്. -3 പ്ലസ് 33i പ്ലസ് -54 ഇൻറ്റു -1 അതായത് 54. -3 പ്ലസ് 54 ആണ് റിയൽ പാർട്ട് വരുന്നത്. -3 പ്ലസ് 54 എന്ന് പറയുമ്പോൾ -3 പ്ലസ് 54 കാൽക്കുലേറ്റ് ചെയ്യാൻ വലുതിൽ നിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിൻ്റെ സൈൻ ഇടാം. അപ്പോൾ നമുക്ക് 51 പ്ലസ് 33i എന്നാണ് കിട്ടുന്നത് ആൻസർ. ഓക്കെ, ഇനി മറ്റൊരു രീതികളിലെ ക്വസ്റ്റ്യൻ വരുന്നത് ഇങ്ങനെയാണ്. മൾട്ടിപ്ലൈ -3 പ്ലസ് 2i വിത്ത് ഇറ്റ് സെൽഫ്, അങ്ങനെ വരാം. അതുപോലെ മൾട്ടിപ്ലൈ -3 പ്ലസ് 2i വിത്ത് ഇറ്റ്സ് കോൺജുഗേറ്റ്. ഇത് നമുക്ക് പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാക്കാം പറ്റണമെന്നില്ല. -3 പ്ലസ് 2i വിത്ത് ഇറ്റ് സെൽഫ് എന്ന് പറഞ്ഞാൽ -3 പ്ലസ് 2iനെ അതിനെക്കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യാം. -3 പ്ലസ് 2i വിത്ത് -3 പ്ലസ് 2i. ഓക്കെ, അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -3 ഇൻറ്റു -3 പ്ലസ് -3 ഇൻറ്റു 2i പ്ലസ് 2i ഇൻറ്റു -3 പ്ലസ് 2i ഇൻറ്റു 2i. ഓക്കെ, ഇനി -3 ഇൻറ്റു -3 9 പ്ലസ് -3 ഇൻറ്റു 2i -6i. 2i ഇൻറ്റു -3 -6i അല്ലേ, 2 ഇൻറ്റു 3 6 പ്ലസ് 2i ഇൻറ്റു 2i 4i സ്ക്വയർ. ഐ സ്ക്വയറിൻ്റെ വാല്യൂ നമുക്കറിയാം -1 ആണ്. ഓക്കെ, 9 -6 -6 -12i പ്ലസ് 4 ഇൻറ്റു ഐ സ്ക്വയറിന് പകരം -1 കൊടുത്തു. അപ്പം 9 -12i പ്ലസ് 4 ഇൻറ്റു -1 -4. അപ്പോൾ 9 - 4 5 -12i. നെക്സ്റ്റ് മൾട്ടിപ്ലൈ -3 പ്ലസ് 2i വിത്ത് ഇറ്റ്സ് കോൺജുഗേറ്റ്. അപ്പോൾ ആദ്യം -3 പ്ലസ് 2iനെ അതിനെ കോൺജുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാനാണ് പറയുന്നത്. -3 പ്ലസ് 2iയുടെ കോൺജുഗേറ്റ് ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ പ്ലസ് ആണെങ്കിൽ -2i എന്ന് വായിക്കും. -3 -2i ആണെങ്കിൽ -3 പ്ലസ് 2i ആണ് അതിൻ്റെ കോൺജുഗേറ്റ്. അപ്പോൾ ഇമാജിനറി പാർട്ടിൻ്റെ നെഗറ്റീവാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ -3 പ്ലസ് 2iയുടെ കോൺജുഗേറ്റ് -3 -2i. ഇത് തമ്മിലാണ് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യാൻ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. അപ്പോൾ -3 ഇൻറ്റു -3 ഓക്കെ പ്ലസ് -3 ഇൻറ്റു -2i പ്ലസ് 2i ഇൻറ്റു -3 പ്ലസ് 2i ഇൻറ്റു -2i. ഓക്കെ, 3 ഇൻറ്റു -3 9 പ്ലസ് -3 ഇൻറ്റു -2i 6i പ്ലസ് 2i ഇൻറ്റു -3 -6i. ഓക്കെ, 2i ഇൻറ്റു -2i പ്ലസ് 2 ഇൻറ്റു 2 4, ഒരു നെഗറ്റീവ് ഉണ്ട്, -4i ഇൻറ്റു i സ്ക്വയർ. ഓക്കെ, 2 ഇൻറ്റു 2 4i ഇൻറ്റു i സ്ക്വയർ, പിന്നെ നെഗറ്റീവ് ഇൻറ്റു പോസിറ്റീവാണ്, അപ്പോൾ നെഗറ്റീവാണ് ആൻസർ. അപ്പം 9 6i -6i 9 റിയൽ പാർട്ട് എഴുതി 6i -6i പ്ലസ് -6i എന്നാൽ 0 പ്ലസ് 0i -4 ഇൻറ്റു -1 ആണ്. ഓക്കെ, -4i സ്ക്വയർ എന്നാണ്. അപ്പോൾ -4 ഇൻറ്റു -1 അപ്പം 9
ഇത് 0 ആണല്ലോ, അപ്പോൾ അത് വേണ്ട. -4 -1, അതായത് +4. അപ്പോൾ ആൻസർ 30. ഓക്കെ, അപ്പോൾ ഇതുപോലെയാണ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ഡിവിഷൻ ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സാണ്. ഈ രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് നമുക്ക് ഡിവൈഡ് ചെയ്യണം. -2 + 3i -1 + 6i ഡിവൈഡ് ചെയ്യണം. അതിങ്ങനെ എഴുതാം, -2 + 3i -1 + 6i എന്ന് എഴുതാം. അപ്പോൾ ഡയറക്റ്റ് ഒരു ഡിവിഷൻ കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ കേസിലില്ല. നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡിനോമിനേറ്റർ കിടക്കുന്ന കോംപ്ലക്സ് നമ്പറിൻ്റെ, അതായത് ഡിനോമിനേറ്റർ കിടക്കുന്ന കോംപ്ലക്സ് നമ്പറിൻ്റെ കോൺജുഗേറ്റ് കൊണ്ട് ഡിനോമിനേറ്ററിലെയും ന്യൂമറേറ്ററിനെയും ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഡിനോമിനേറ്റർ അതായത് -1 + 6iയുടെ കോൺജുഗേറ്റ് എന്താ? -1 + 6iയുടെ കോൺജുഗേറ്റ് -1 - 6i. അതുകൊണ്ട് നമ്മൾ ഡിനോമിനേറ്ററിനെ ന്യൂമറേറ്ററിനെ മൾട്ടിപ്ലൈ ചെയ്യും. -1 + 6i ആദ്യം ഡിനോമിനേറ്ററിനെ മൾട്ടിപ്ലൈ ചെയ്യണം. -1 - 6i കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. -1 - 6i കൊണ്ട് മുകളിലും മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, ഇനി 2 മൾട്ടിപ്ലിക്കേഷനാണ് ഇവിടെ. അതായത് ഇത്രയും ഭാഗം നമ്മൾ ആദ്യം മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ ആൻസർ കണ്ടുപിടിക്കും. ഇത്രയും ഭാഗം മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആൻസർ കണ്ടുപിടിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. ആദ്യം ചെയ്യേണ്ടത് ഇതിൻ്റെ ആൻസർ നമുക്കിവിടെ എടുത്ത് എഴുതണം കേട്ടോ. ഓക്കെ, -2 + 3i multiplied by -1 - 6i. അപ്പോൾ ചെയ്യുമ്പോൾ -2 × -1 പ്ലസ് -2 × -6i പ്ലസ് 3i × -1 പ്ലസ് 3i × -6i. -6i. ഇനി -2 × -1 2 പ്ലസ് -2 × -6i 12i പ്ലസ് 3i × -1 -3i പ്ലസ് 3i × -6i -18i². ഓക്കെ, -18i² നമ്മൾ പിന്നീട് കാൽക്കുലേറ്റ് ചെയ്യും. 2 + 12i പ്ലസ് -3i, അതായത് 12 - 3. അപ്പോൾ 9i പ്ലസ് -18 × i² വാല്യൂ ഈക്വൽസ് -1 ആണ്. ഓക്കെ, അപ്പോൾ -1 എന്ന് കൊടുക്കാം i² പകരം. അപ്പോൾ 2 + 9i പ്ലസ് 18 -18 × -1 18 ആണ്. 2 + 18 20 + 9i. ഓക്കെ, നെക്സ്റ്റ് ഡിനോമിനേറ്ററിൽ രണ്ടെണ്ണം മൾട്ടിപ്ലൈ ചെയ്യുന്നു. -1 + 6i മൾട്ടിപ്ലൈഡ് ബൈ -1 - 6i. ഓക്കെ, അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -1 × -1 പ്ലസ് -1 × -6i പ്ലസ് 6i × -1 പ്ലസ് 6i × -6i ഈക്വൽസ് -1 × -1 1 ആണ്. പ്ലസ് -1 × -6i മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് 1 × 6 6i. ഇനി 6 × -1 -6i. ഓക്കെ, പ്ലസ് 6 × -6 -36 i × i² ഇനി 1 പ്ലസ് 6i - 6i എന്ന് പറഞ്ഞാൽ 0i. 36 × i² ഈക്വൽസ് -1 ആണല്ലോ. -36 × -1 ഈക്വൽസ് 1 പ്ലസ് -36 × -1 എന്നാൽ 36. അപ്പോൾ ആൻസർ 1 + 36 37. അപ്പോൾ നേരത്തെ കോൺജുഗേറ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായ കാര്യമാണ്
ഒരു നമ്പറും അതിൻ്റെ കോൺജുഗേറ്റോട് മൾട്ടിപ്ലൈ ചെയ്താൽ ആൻസർ ഒരു റിയൽ നമ്പർ ആയിരിക്കും, അതിന് ഇമാജിനറി പാർട്ട് ഉണ്ടാവില്ല. തൊട്ട് മുമ്പ് ചെയ്ത എക്സാമ്പിൾ നോക്കിയാൽ മതി കോൺജുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 20 + 9 ആയിന്ന് കിട്ടിയ ആൻസർ നമ്മൾ ഇവിടെ എഴുതുന്ന പറഞ്ഞിരുന്നത്. ഓക്കെ, 20 + 9 ആയി. ഇത്രയും മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത്. ഇനി ഇത്രയും മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ കിട്ടിയത് എന്താ? 37. അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും ബൈ 37. ഇതാണ് ഡിവിഷൻ വഴി കിട്ടിയത്. ഇതിനെ നമ്മളൊന്ന് റിയൽ പാർട്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. 20/37 + 9/37i. ഇതാണ് ആൻസർ. ഓക്കെ, ഇതുപോലെയാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ ഇടുകയാണെങ്കിൽ മറ്റൊരു എക്സാമ്പിൾ -1 + 3i ഡിവൈഡഡ് ബൈ -2 + 3i ആണെങ്കിൽ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആൻസർ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഡിവൈഡ് ചെയ്യാനാണെങ്കിലും നമ്മൾ കോൺജുഗേറ്റ് കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. -2 + 3iയുടെ കോൺജുഗേറ്റ് എന്താണ്? -2 - 3i കൊണ്ട് താഴെ മൾട്ടിപ്ലൈ ചെയ്തു, -2 - 3i കൊണ്ട് മേലെ മൾട്ടിപ്ലൈ ചെയ്തു. ഇനി ഇതിൻ്റെ ആൻസർ 2 മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടാകും. അതായത് ഇത്രയും ഭാഗം നമ്മൾ ആദ്യം മൾട്ടിപ്ലൈ ചെയ്ത ആൻസർ കണ്ടുപിടിക്കും, ഇത്രയും ഭാഗം കണ്ടുപിടിക്കും. ഈ താഴത്തെ ഈ പാർട്ടിൻ്റെ എപ്പോഴും ആൻസർ ഒരു റിയൽ നമ്പർ ആയിരിക്കും. അതുകൊണ്ട് അങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോൺജുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് വർക്ക്ഡ് ഔട്ട് ചെയ്തിട്ട് ആൻസർ കണ്ടുപിടിക്കാം കേട്ടോ.